ഇന്നലെ ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിക്കാണ് ഇറാൻ അതിശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയത്. യുദ്ധത്തിൽ തർക്കങ്ങൾ ഉണ്ടായെങ്കിലും ഇസ്രായേൽ സഖ്യകക്ഷികളായ അമേരിക്കയും യുകെയും ചങ്കുറപ്പോടെ ഇറാനെതിരെ പാഞ്ഞെടുത്തു. ഒന്നോ രണ്ടോ ഡ്രോണുകളല്ല, ഇറാൻ യമൻ എന്നിവിടങ്ങളിൽ നിന്ന് വിക്ഷേപിച്ച 80 ഡ്രോണുകളും മിസൈലുകളുമാണ് US തകർത്തെറിഞ്ഞത്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ വിക്ഷേപിക്കുന്നതിന് മുൻപ് ലോഞ്ചർ വെഹിക്കിളിൽ ഒരു ബാലിസ്റ്റിക് മിസൈലും നിലത്ത് നശിപ്പിച്ച 7 UAVകളും ഇതിൽ ഉൾപ്പെടുന്നു. ഏപ്രിൽ 1-ന് സിറിയയിലെ തങ്ങളുടെ എംബസി വളപ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഉയർന്ന റവല്യൂഷണറി ഗാർഡ് കമാൻഡർമാരുടെ കൊലപാതകത്തിന് പ്രതികാരമായാണ് ഇറാൻ ഇസ്രായേൽ പ്രദേശത്ത് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയത്. പക്ഷേ ഇനി ഇസ്രായേൽ തിരിച്ചടിച്ചാൽ പിന്തുണ നൽകില്ല എന്നതാണ് അമേരിക്കയുടെ നിലപാട്. 300-ലധികം മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ആക്രമണം കൂടുതലും ഇറാന്റെ ഉള്ളിൽ നിന്ന് വിക്ഷേപിച്ചു. മിക്കതും ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനവും അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ജോർദാൻ എന്നിവയുടെ സഹായത്തോടെയും വെടിവെച്ചിട്ടതിൽ ചെറിയ നാശനഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇറാൻ നടത്തുന്ന ഈ അപകടകരമായ നടപടികൾക്കെതിരായ ഇസ്രായേലിന്റെ പ്രതിരോധത്തെ പിന്തുണയ്ക്കാൻ സെറ്റ്കോം നിലകൊള്ളുന്നുണ്ട്. പ്രാദേശിക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന് തങ്ങളുടെ എല്ലാ പ്രാദേശിക പങ്കാളികളുമായും തങ്ങൾ തുടർന്നും പ്രവർത്തിക്കുമെന്ന് US സൈന്യം പറഞ്ഞു. ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികളിൽ ഒന്നാണ് അമേരിക്ക. അടുത്ത കാലത്ത് ഗാസയിൽ ജെറുസലേമിന്റെ നിർത്താതെയുള്ള ആക്രമണത്തെ ചൊല്ലി ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇസ്രായേലിനെതിരെ ഇറാന്റെ ആക്രമണം ഉണ്ടായതിനാൽ ആ തർക്കം നീണ്ടുനിന്നില്ല. പലപ്പോഴും USന്റെ സഹായത്തോടെ ദീർഘദൂര മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, ഷോർട്ട് റേഞ്ച് റോക്കറ്റുകൾ എന്നിവയുൾപ്പെടെ വിവിധതരം ഭീഷണികളെ തടയാൻ കഴിവുള്ള സംവിധാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് നെറ്റ്വർക്ക് വർഷങ്ങളായി ഇസ്രായേൽ നിന്നിട്ടുണ്ട്. വ്യാപകമായി പ്രതീക്ഷിക്കപ്പെട്ട ആക്രമണത്തിന് മുന്നോടിയായി അമേരിക്ക തങ്ങളുടെ സേനയെ ശക്തിപ്പെടുത്തിയെന്നും അത് ഫലം കണ്ടെന്നും US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. കിഴക്കൻ മെഡിറ്ററേനിയനിലെ 2 ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളിൽ US നാവികസേന 3 ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ചിട്ടുണ്ട്. ഏജിസ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് മിസൈൽ തകർത്തതെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ പെൻറ്റഗണിനോട് പറഞ്ഞു. US യുദ്ധവിമാനങ്ങളും ഇറാന്റെ ആയുധങ്ങൾ വെടിവെച്ചിട്ടതായി ലിബർമാൻ റിപ്പോർട്ട് ചെയ്തു. US സൈന്യം എവിടെ നിന്നാണ് പ്രവർത്തിച്ചതെന്ന് വ്യക്തമല്ല. എന്നാൽ അതിന്റെ വിമാനവാഹിനി കപ്പലുകളും കര അധിഷ്ഠിത വിമാനങ്ങളും മേഖലയിൽ നിലവിലുണ്ട്. മേഖലയിലെ അജ്ഞാത താവളങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന US സൈനിക സേന ജോർദാൻ അതിർത്തിക്ക് അടുത്തുള്ള തെക്കൻ സിറിയയിലെ സ്വീഡ, ദേര പ്രവിശ്യകളിൽ നിരവധി ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു. ആക്രമണത്തിനെതിരായ പ്രതിരോധം ഏകോപിപ്പിക്കാൻ സഹായിക്കുന്നതിനായി ആഴ്ചയുടെ തുടക്കത്തിൽ ബൈഡൻ ഭരണകൂടം US സെൻട്രൽ കമാൻഡിന്റെ തലവൻ ജനറൽ എറിക് കുലറിയെ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. ആദ്യ ഡ്രോണുകൾ വിക്ഷേപിക്കുന്നതിന് മുൻപ് അദ്ദേഹം രാജ്യം വിട്ടതായാണ് റിപ്പോർട്ട്. ജൂതരാഷ്ട്രത്തിനെതിരായ ആദ്യ നേരിട്ടുള്ള സൈനിക ആക്രമണത്തിൽ ഇറാൻ തൊടുത്തുവിട്ട ഡസൻ കണക്കിന് ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചു വീഴ്ത്താൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിച്ചു. സംഘർഷം കനത്തതോടെ ഇസ്രായേലും ജോർദാനും ഇറാഖും വ്യോമമേഖല അടച്ചു. ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ വിമാനത്താവളവും അടച്ചു. ഇറാനിൽ നിന്നുള്ള ആക്രമണത്തെ നേരിടാൻ എല്ലാ പിന്തുണയും ഇസ്രായേലിന് നൽകുമെന്ന് US പ്രഖ്യാപിച്ചിരുന്നു. അതേസമയം സംഘർഷം മൂർച്ഛിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് സൗദി അറേബ്യയും രംഗത്തെത്തി. ഏതു വിധേനയും യുദ്ധം ഒഴിവാക്കണമെന്ന് സൗദി ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിച്ചു. ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ വിക്ഷേപിച്ചതിന് പിന്നാലെ വ്യോമസേനയുടെ ജെറ്റ് വിമാനങ്ങൾ മേഖലയിലേക്ക് അയച്ചിട്ടുണ്ടെന്നും വ്യോമാക്രമണങ്ങൾ പ്രതിരോധിക്കുന്നതിനാണ് വിമാനങ്ങൾ അയച്ചതെന്നും ബ്രിട്ടൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി.